ഫ്രണ്ട്സ്, വെൽക്കം ടു സിംനാസ് നോട്ട്ബുക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു എഗ് ഫ്രൈഡ് റൈസ് ആണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസ് ആണ്. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ അടുത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു പാൻ എടുത്ത് അത് ചൂടാവുമ്പം 2 ടേബിൾ സ്പൂണോളം ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയിൽസ് എന്തെങ്കിലും ഒഴിക്കാം, വെളിച്ചെണ്ണ ഒഴിക്കരുത് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. കോഴിമുട്ടയോ താറാമുട്ടയോ നമ്മുടെ കയ്യിലുള്ള എന്ത് മുട്ട വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, പിന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം, ചിക്കിയെടുക്കാം. അപ്പൊ ഇനി ഇങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ബൗളിലേക്ക് ഈ മുട്ടയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ പാനിൽ ഒഴിച്ചു കൊടുത്താൽ സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. വെറുതെ ഒരുപാട് പാത്രങ്ങൾ ചീത്തയാക്കി നമ്മൾ തന്നെ കഴുകണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പൊ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ചിക്കിയിട്ടുണ്ട്. ഏകദേശം നന്നായിട്ട് നമ്മുടെ മുട്ട വേർപെട്ട് വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മുടെ എഗ് ഫ്രൈഡ് റൈസിന്റെ എഗ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഈ ഒരു പരുവൊക്കെ ആയി കഴിയുമ്പം നമുക്കിത് മാറ്റിയിട്ട് എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ഇതുപോലൊരു പാത്രം എടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ഇതൊന്ന് ഏകദേശം വഴണ്ട് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ക്യാബേജ് ചേർത്ത് കൊടുത്തു, 1/2 കപ്പ്. അത് നന്നായിട്ടൊന്ന് വഴറ്റിട്ട് എന്നിട്ട് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം, പച്ച ക്യാപ്സിക്കം. അതും ഒന്ന് നന്നായിട്ട് വഴറ്റാം 1 മിനിറ്റ്. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഗ്രീൻ ചില്ലി പഴുത്തതാണിത്, അത് ഞാൻ ചേർത്ത് കൊടുത്തു. എന്നിട്ട് 2 എണ്ണമാണ് ചേർത്തേക്കുന്നത്. എന്നിട്ട് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം 1 മിനിറ്റ് അതും കൂടി വെന്ത് വരുമ്പം ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന ക്യാരറ്റ്, അത് ഏതാണ്ട് 1/2 കപ്പ് ക്യാരറ്റ് ചേർത്തു. എന്നിട്ട് നമുക്ക് ഇതും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം 1 മിനിറ്റോളം. ഇത്രയും നമ്മൾ വഴണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് സ്പ്രിംഗ് ഒനിയൻ ആണ്. സ്പ്രിംഗ് ഒനിയൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ചേർക്കണ്ട, 2 ടേബിൾ സ്പൂണോളം സ്പ്രിംഗ് ഒനിയൻ ഇപ്പം ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് എടുത്ത് വെക്കാം. അപ്പം സ്പ്രിംഗ് ഒനിയനും ഞാൻ ചേർത്തു. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഈ വെജിറ്റബിൾസിൻ്റെ ഒക്കെ ഒരു പച്ച ടേസ്റ്റ് മാറുന്നിടം വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇടുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെജിറ്റബിൾസ് അങ്ങ് കളറ് മാറി പോവില്ല, അതേ സ്ഥിതിക്ക് ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരികയും ചെയ്യും. അപ്പം നമ്മൾ അത്യാവശ്യം ഇളക്കി കൊടുത്ത് ഈ ഒരു പരുവാവണം. സൈഡിൽ നിന്നൊക്കെ എടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി ഈ ഒരു പരുവായി കഴിയുമ്പം ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടി, ഒരുപാട് പൊടികളൊന്നുമില്ല, 2-3 പൊടിയും സോസും ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അല്പം ഉപ്പും പിന്നെ അല്പം റെഡ് ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂണോളം സോയാ സോസും കൂടെ ചേർത്ത് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സോയാ സോസിന്റെ അകത്ത് ഉപ്പുള്ളതാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപ്പ് ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ, അതുപോലെ നമ്മൾ ഇനി ഇടാൻ പോകുന്ന ചോറിന് ഉപ്പുണ്ട്. അപ്പൊ ആ ചോറ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു കപ്പ് നിറച്ച് ഞാൻ അരി എടുത്തു. എന്നിട്ട് ഇന്ത്യ ഗേറ്റിന്റെ ബസ്മതി റൈസ് എടുത്ത് എന്നിട്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഡ്രെയിൻ ചെയ്തിട്ട് ഒരു പാത്രം നിറയെ വെള്ളം എടുത്തിട്ട് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തു. കുറച്ച് ഉപ്പും 1 അരമുറി നാരങ്ങ പിഴിഞ്ഞത് ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വരുമ്പം ഈ അരി നമ്മൾ അതിലേക്കിട്ട് തിളപ്പിച്ചൂറ്റി, വറ്റിക്കുമല്ല തിളപ്പിച്ചൂറ്റിയെടുത്തു. അങ്ങനെ ഊറ്റിയെടുത്ത് വന്ന ചോറ് നമ്മൾ ഓവർനൈറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു, ഒരു രാത്രി മൊത്തം ഫ്രിഡ്ജിൽ വെച്ചു. അങ്ങനെ വെക്കണമെന്നില്ല, നന്നായിട്ട് തണുക്കണമെന്നേ ഉള്ളൂ ആ ചോറ്. തണുത്തതിന് ശേഷമേ നമ്മൾ ഈ മിക്സിലേക്ക് ആ ചോറ് ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇപ്പൊ അത്ര എടുത്ത ചോറ് ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. അങ്ങനെ തണുക്കാത്ത ചോറ് ചേർത്ത് കൊടുത്താൽ ഈ വെജിറ്റബിൾസായിട്ട് നമ്മൾ ഇനി ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഇതങ്ങ് കുഴഞ്ഞു പോകും. അതുകൊണ്ട് ആ തണുത്ത ചോറ് ചേർക്കണമെന്ന് പറയുന്നത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോഴും ഒരുപാട് അങ്ങ് നമ്മൾ ബലം പ്രയോഗിച്ച് മിക്സ് ചെയ്യണ്ട കേട്ടോ, നമ്മുടെ ചോറ് കുഴഞ്ഞു പോകാതെ നോക്കണം. ഇതിപ്പോൾ അത്യാവശ്യം ഒരു രാത്രി മൊത്തം ഫ്രിഡ്ജിലിരുന്ന് വന്നതുകൊണ്ട് അത്രയ്ക്ക്. പിന്നെ നമ്മുടെ ചോറ് വേവിക്കുമ്പോൾ ഒരു 1/4 വേവിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഒരുപാട് അങ്ങ് വെന്തുപോയ ചോറങ്ങ് കുഴഞ്ഞു പോകത്തില്ലേ. അപ്പോൾ 1/4 വേവോളം ഞാൻ വേവിച്ചെടുത്ത ചോറായത് കേട്ടോ. അപ്പോൾ അത് ഇത് നന്നായിട്ട് നമ്മളിങ്ങനെ ഒന്ന് മിക്സ്, ഇങ്ങനെ കുടഞ്ഞിടുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ എഗ് ഫ്രൈഡ് റൈസിന്റെ ഏകദേശം 1/4 ഭാഗത്തോളം നമ്മൾ എത്തിയിട്ടുണ്ട്. പിന്നെ താല്പര്യമുള്ളവർ നന്നായിട്ട് അങ്ങ് ഡ്രൈ ആക്കി എടുക്കണം. ഫ്രൈഡ് റൈസ് അല്ല, നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. അപ്പം ഞാൻ പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് ഫ്രൈ ആക്കുന്നില്ല, എന്നാലും കുഴപ്പമില്ല. കണ്ടില്ലേ, ഇപ്പം ഇത് നന്നായിട്ട് ആ ചോറും വെജിറ്റബിൾസും മിക്സായി. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ മുട്ടയെല്ലാം ഇട്ട് കൊടുത്തു. ഇനി മുട്ടയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴേ നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് ശരിക്കും എഗ് ഫ്രൈഡ് റൈസ് ആവത്തുള്ളൂ.
അപ്പം ഞാനിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. മിക്സ് ചെയ്യുമ്പോൾ ഈ മുട്ടയും ഈ വെജിറ്റബിൾസും ഈ റൈസും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവണം. അപ്പോഴത്തേക്ക് ഏകദേശം നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ്, ഏകദേശം അല്ല ഫുള്ള് നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് റെഡി ആയി. അപ്പോൾ ഇതെല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കണം, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. പുതിയൊരു ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.